ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന വളരെ എളുപ്പത്തിൽ ഒരു ബിരിയാണിയാണ്. ബിരിയാണി വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായി ഞാൻ ചിക്കൻ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറേയധികം സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ ബിരിയാണി മസാല, തൈര്, ഉപ്പ്, മഞ്ഞൾ, ഇതെല്ലാം കൂടി ചേർത്ത് ഞാനിതൊന്ന് കുഴച്ചെടുക്കും. ഇതിൻ്റെ വീഡിയോ ഞാൻ കറിയായിട്ട് തന്നെ വെച്ചത് ഞാൻ വേറെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. 1 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഇത് നമുക്ക് കറി വെച്ചെടുക്കണം. അതിലേക്ക് ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ കറുവാപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് അതെല്ലാം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ അത് ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് അധികം വെള്ളം കൂടി പോകാൻ പാടില്ല, ബിരിയാണി ആയതുകൊണ്ട്. പിന്നെ ഞാനിത് അല്പം ചാറെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി ചാറ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ബിരിയാണിക്ക് പാക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഇവിടെ നിന്നും ഇങ്ങനെയൊന്നും കിട്ടത്തില്ല. ഞാനിതുപോലെ വെച്ച് തയ്യാറാക്കിയാണ് മിക്കപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കണം. അതിനായി അരി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 80% മാത്രം ചോറ് വേകാൻ പാടുള്ളൂ. ചോറ് വെന്ത് പോകാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് ചോറ് വേവിക്കാൻ നമുക്ക് അല്പം നാരങ്ങ നീര്, ഉപ്പൊക്കെ ചേർത്തെടുക്കാം. വെള്ളം ഊറ്റിക്കളയാനാണെങ്കിൽ നെയ്യ് ചേർക്കണ്ട, അല്ലാതെ വറ്റിച്ചെടുക്കാനാണെങ്കിൽ നെയ്യ് ചേർത്ത് ചോറ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചോറൊക്കെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെയും വെന്തു. ഇനി ഞാനിത് ഒന്ന് ലെയർ ചെയ്ത് അടുപ്പിൽ വെക്കുന്നത്. ആദ്യം ചോറിട്ട് കൊടുത്തു, പിന്നെ നെയ്യ് ചേർത്ത് കൊടുത്തു, ഇനി നമ്മളുടെ കറികൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം അടച്ച് വെച്ച് തുണി കൊണ്ട് കെട്ടിയാണ് ഞാനിവിടെ അടച്ച് വെക്കുന്നത്. ആട്ടമാവ്, മൈദ കൊണ്ടൊക്കെ പാക്ക് ചെയ്യുന്നവരുണ്ട്. അതൊന്നും നമുക്ക് സമയമില്ല, അതുമല്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ നല്ല കട്ടിയുള്ള തുണി ഇട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ കറികളെല്ലാം ഒഴിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചാറ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബിരിയാണി കഴിക്കുമ്പം ചേർത്ത് കഴിക്കാനായിട്ട്. നിങ്ങൾ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഞാൻ നല്ലൊരു കട്ടിയുള്ള തുണിയിട്ട് കെട്ടി വെച്ച് അതൊരു 20 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഉള്ളി വറുത്തെടുത്ത് പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പകുതിയല്ല 1/4 ഭാഗം അതുകൂടി ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ മല്ലിയില കൂടി ചേർത്തു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നെയ്ക്കകത്ത് കശുവണ്ടി അതുപോലെ മുന്തിരിങ്ങയൊക്കെ വറുത്ത് ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയൊക്കെയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.